നിമിഷങ്ങൾക്കകം വായ്പ എന്ന മോഹന വാഗ്ദാനവുമായി എത്തുന്ന ലോൺ ആപ്പുകൾ, ഒപ്പം സമൂഹത്തെ കാർന്നു നിന്നുന്ന ലഹരി മരുന്നുകളും. ഇവ രണ്ടും സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുകയാണ്. യുവജനങ്ങളും വീട്ടമ്മമാരുമാണ് തങ്ങളുടെ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഇത്തരം ലോൺ ആപ്പുകളിൽ ചെന്ന് ചാടുന്നത്. പിന്നീട് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ നിരവധിയാണ്. ഒപ്പം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുഞ്ഞു കുട്ടികളിൽ വരെ ഇപ്പോൾ ലഹരി മരുന്നിൻ്റെ വ്യാപനം വളരെ വലുതാണ്. പണ്ടത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ജാഗ്രത പുലർത്തുന്നതിൻ്റെ അളവ് കൂടി വരേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SI ആയിട്ടുള്ള ക്ലിൻറ്റ് മാത്യു സാറാണ്. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SI ആയിട്ടുള്ള ക്ലിൻറ്റ് മാത്യു സാറാണ് ഇപ്പം എന്നോട് കൂടെ ഉള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒരു 3 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഓൺലൈൻ ആയിട്ടുള്ള ലോൺ ആപ്പുകൾ. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ലഹരിയുടെ വ്യാപനം. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ ഓൺലൈനായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. ഈ 3 കാര്യങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ 3 കാര്യങ്ങളും നമ്മുടെ സമൂഹത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും പൈസയുടെ ആവശ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഒറ്റ ക്ലിക്കിൽ തന്നെ ഒരു ലോണ് കിട്ടുക, അല്ലെങ്കിൽ ഒരു പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് നമ്മളിപ്പോൾ ആൾക്കാരോട് പൈസ ചോദിച്ചു പോകുന്നതിനേക്കാളും പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ തന്നെ പൈസ കിട്ടുന്നുള്ളൊരു മനോഭാവം വരുമ്പോഴാണ് നമ്മൾ ഇതേപോലെ തന്നെ ഒരു മൊബൈൽ ക്ലിക്കിലൂടെ നമ്മളൊരു ലോൺ കിട്ടുന്നു. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള പൈസ കിട്ടുന്നു. പക്ഷേ അതിൻ്റെ മറഞ്ഞിരിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പൈസ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും അവർ ഹാക്ക് ചെയ്യണം. നമ്മുടെ കോൺടാക്ട്സ് ഹാക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗാലറി ഹാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട്സ് വഴി എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഫോട്ടോസ്, നമ്മൾ നേരത്തെ ഹാക്ക് ചെയ്തപ്പെട്ട ഫോട്ടോസ് അയച്ചു കൊടുക്കും. അത് മോർഫ് ചെയ്തിട്ടുള്ള, എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് അയച്ചു കൊടുക്കുക. അപ്പം നമ്മളിത് ഒറ്റ ക്ലിക്കിൽ, നമ്മൾ ഈ പൈസ വരുമ്പോൾ ഒറ്റ കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് അധ്വാനിക്കാതെ കിട്ടുന്ന ഒരു പൈസയും നമ്മുടെ പൈസയല്ല. നമുക്ക് അധ്വാനിച്ച് കിട്ടുന്ന പൈസ മാത്രമേ നമ്മുടെ പൈസയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പൈസ തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും വലിയൊരു ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ പൈസ തരുന്നത്. അങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ ഓൺലൈനായിട്ടുള്ള വിവിധ തരമുള്ള ആപ്പുകളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം ഒന്നിലും പോയിട്ട് വീഴാതിരിക്കുക. നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ അതിൽ ഔദ്യോഗികമായിട്ടുള്ള അങ്ങനെ കൃത്യമായിട്ട് പൈസ കിട്ടുന്ന, അതേപോലെ തന്നെ അത് ഒഫീഷ്യലായിട്ട് നമ്മൾ വിശ്വസ്തരായിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് മാത്രം പൈസ എടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിഷയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ സമൂഹം അനുഭവിക്കുന്ന ഒരു വിഷയം, ലഹരിയുടെ വ്യാപനം. ലഹരി നമുക്കറിയാം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തോതിൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന ഒരു സാധനമായിരുന്നു. എന്നാൽ ഇന്ന് അത് പല സ്ഥലങ്ങളിലും വളരെ സുലഭമായി ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മക്കൾ ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നുണ്ട്, വൈകുന്നേരം വരുമ്പോൾ അവരുടെ ബാഗ് ചെക്ക് ചെയ്യണം. അവർക്ക് ചെറിയൊരു മുട്ടായി പോലും ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ കഴിക്കരുത്. അത് കൃത്യമായിട്ട് മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കും. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ആര് എന്ത് തന്നാലും അത് മാതാപിതാക്കളുടെ, ടീച്ചറുടെ അനുവാദമില്ലാതെ കഴിക്കരുതെന്ന് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നമുക്കറിയാം, ഒരു ചെറിയ പഞ്ചസാരയുടെ രൂപത്തിലായിരിക്കാം, ചിലയുടെ മുട്ടായിയുടെ രൂപത്തിലായിരിക്കാം ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഇവരുടെ ബാഗുകളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. നമ്മൾ വളർന്നു വരുന്ന തലമുറയാകുമ്പോൾ അവരെ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. അതേപോലെ തന്നെ സ്കൂളുകളിൽ ടീച്ചർമാരും മാതാപിതാക്കളും ഇതിൽ പോയി പെട്ടാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായിട്ട് മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അവർക്കറിയത്തില്ല. അവർ വളർന്നു വരുന്ന തലമുറയാണ്. അവർ വിചാരിക്കുക, ഇത് ചേട്ടന്മാരാണ്, ചേച്ചിമാരാണ് തരുന്നതെന്ന് വെച്ചിട്ട് അവരത് വാങ്ങി അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അഡിക്റ്റായി പോകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മുടെ മക്കളെ കൃത്യമായിട്ട് അവരുടെ ലക്ഷ്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. എന്താണ് അവർക്ക് വലുതായി തീരുമ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു ആത്മവിശ്വാസം, ഒരു ചങ്കൂറ്റം അവരുടെ ഉള്ളിൽ നേടിയെടുത്ത് ചെറിയ ചെറിയ ജോലികൾ അവരെ ചെയ്യിപ്പിച്ച്, ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ അവരെ അറിയിപ്പിച്ച് വളർത്തുമ്പോൾ നമ്മുടെ മക്കളൊന്നും ഈ ഒരു മേഖലയിലേക്ക് പോകാതെ അടുത്തൊരു തലമുറ, നമുക്ക് വളർന്നു വരുന്ന തലമുറയെ, നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാവിയെ നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ വർദ്ധിച്ചു വരുന്ന സോഷ്യൽ മീഡിയ ഉപയോഗമാണ്. നമുക്കറിയാം, പണ്ട് ഒരു കുടുംബമായിരുന്നു കഴിഞ്ഞാൽ രാവിലെ പണിക്ക് പോയിരുന്ന ആൾക്കാർ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പരസ്പരം ഇരുന്ന്
സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വളരെ സന്തോഷത്തോടെ ആ ഭക്ഷണവും കഴിച്ച് അന്നത്തെ ദിവസം വിശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഒരു കുടുംബത്തിലെടുത്തു കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ മൊബൈലാണ് ഉപയോഗിക്കുന്നത്, ഉച്ചയ്ക്കാണെങ്കിൽ വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നു, വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഓരോ ആൾക്കാരും അച്ഛനും അമ്മയും മക്കളായാലും ഓരോ മൂലയ്ക്ക് ഇരുന്നിട്ട് അവർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അതിപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതെന്നല്ല, വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ സമയക്ലിപ്തതയിൽ അല്ലെങ്കിൽ നമ്മൾക്കത് നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, നമുക്ക് ആൾക്കാരുമായിട്ട് കണക്റ്റ് ആകുന്ന രീതിയിൽ, നമ്മൾ ലോക വിവരങ്ങൾ അറിയുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വളർന്നു വരുന്ന മക്കളെ നമ്മൾ കൃത്യമായിട്ട് ഇത് പഠിപ്പിക്കണം. എന്താണ് സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങൾ എന്താണ്, സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ എന്താണ്, ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ കൂടുതൽ കുടുംബത്തിലും കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിൽ, അവരെ കൂടുതൽ നമ്മൾ അവരെയും കൂടെ അവരുടെ കാര്യങ്ങൾ കൂടി കേൾക്കുന്ന രീതിയിൽ നമ്മൾ കുടുംബത്തിൽ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും സംസാരിക്കാനും പ്രത്യേകം സമയം കണ്ടെത്തണം. അവർക്കൊരു ഇടമില്ലാന്ന് കണ്ടെത്തുന്ന സമയത്താണ് അവർ ചുരുങ്ങി ഫേസ്ബുക്കിലേക്കും അതേപോലെ തന്നെ ഓരോ സോഷ്യൽ മീഡിയയിലേക്കും അവർ കുടുങ്ങിപ്പോകുന്നത്. അപ്പം അവർക്ക് കുറച്ചുകൂടി ഇൻവോൾവ് ആവുന്ന, പ്രാധാന്യം കൊടുക്കത്ത രീതിയിൽ, അവരുടെ വാക്കുകളും കേൾക്കത്തക്ക രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ ചർച്ചകൾ നടക്കണം, സംസാരങ്ങൾ നടക്കണം. അങ്ങനെയാണ് നമുക്ക് ഇവരെ ഇതിൽ നിന്ന് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവർ മൊബൈലിൻ്റെ പുറകെ പോകുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് പിന്നെ വേറൊരു കാര്യം, അവരുടെ ഇൻട്രസ്റ്റ് ഫീൽഡ് തിരഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് അവരെ വഴിതിരിച്ചു. അറിയാം, ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യമൊക്കെ ചൈനയൊക്കെ ആയാലും ശരി, അവരുടെ ചെറുപ്പത്തിൽ തന്നെ വളർന്നു വരുന്ന കുട്ടികളുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി ആ കഴിവുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടുന്ന രാജ്യം ചൈനയാണ്. എന്തുകൊണ്ടാണ് ഈ ചൈനയ്ക്ക് ഇത് 1ാം സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടിയുടെ കഴിവ് ഓടാനാണോ, ചാടാനാണോ, അല്ലെങ്കിൽ അവർ സ്വിമ്മിങ്ങിനാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖല, അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ വിടുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ അതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗിക്കാൻ ആ രാജ്യത്തിന് സാധിക്കുന്നു. നമ്മുടെ കുട്ടികളുടെയും ചെറുപ്പത്തിൽ തന്നെ അവരുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തിയിട്ട് അവരുടെ മേഖലയിൽ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കൂടുതലായിട്ടുള്ള ഉപയോഗത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മുതിർന്നവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരോടും പറയാനുള്ളത് ഇതിൻ്റെ നല്ലത് വശങ്ങളും ചീത്ത വശങ്ങളും തിരിച്ചറിഞ്ഞ് അതിൻ്റെ സമയക്ലിപ്തതയിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓൺലൈൻ ലോൺ എടുത്ത് ജീവിത പ്രശ്നങ്ങളിലേക്കും ആത്മഹത്യ ചിന്തകളിലേക്കും പോകുന്ന ആളുകളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകും. അപ്പം ഞാനിപ്പം മുമ്പ് വർക്ക് ചെയ്ത് തൃശ്ശൂരായിരുന്ന സമയത്തും ഇവിടെ വന്നതിന് ശേഷവും ഞാൻ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. കാരണം ഈ ചെറിയ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ കോണുകളിലേക്ക് മാത്രമല്ല, മലേഷ്യയിലേക്കും ഫിലിപ്പൈൻസ്, തായ്ലാൻഡ് മുതലായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് പോകുന്നുണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഇവർ ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യം ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മുടെ ഈ പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞ മുതൽ നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അവരുടെ അടുത്താണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാധനത്ത് പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക, പൈസ കിട്ടാതിരിക്കുക. പട്ടിണി കിടന്ന് ചത്താലും ഈ ഒരു വിഷയത്തേക്ക് ഓൺലൈൻ ലോൺ എടുത്തിട്ട് വിഷയത്തിലേക്ക് വരരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ കുടുംബത്തെ ബാധിക്കും, നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അത് വലിയൊരു ആഘാതമായിട്ട് തീരുന്ന ഒരു സംഭവം. രണ്ടാമത്തെ ഒരു കാര്യം, ലോൺ ആപ്പുകൾ, ഫോൺ കോൺടാക്റ്റുകൾ, ഫോട്ടോകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുന്ന എത്രത്തോളം ഗുരുതരമായ കുറ്റം. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. കാരണം അത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ എന്ന് പറയുന്ന സെക്ഷൻ വരും. കാരണം നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ കൈക്കലാക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ സ്രോതസ് മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല സ്ഥലത്തുമായതുകൊണ്ട് തന്നെ അതിനെ എത്തിപ്പിടിക്കുക വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇവർ മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല സ്ഥലത്തു നിന്നും ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നേരിടാനുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് ഇതിൽ പോയി പെടാതിരിക്കുക തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ വഴി പോലീസ് കണ്ടെത്തിയ ഏറ്റവും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പം നമുക്ക് പുതിയ കേരള പോലീസിൻ്റെ പുതിയ ഒരു ഭാഗമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ആ തൂഫാനിൽ നമുക്കറിയാം ലഹരിയുടെ വ്യാപനം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി കേരള പോലീസ് ശക്തമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അതിലേക്ക് കൂടുതലായിട്ട് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാകുകയും ചെയ്യും. ലഹരി വസ്തുക്കൾ ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എത്രത്തോളം എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ നടത്തിയ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അത് കോളേജുകളിലും സ്കൂളുകളിലായാലും ലഹരി എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ
പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അതിനെ നേരിടാനുള്ള യജ്ഞങ്ങളും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാതാപിതാക്കൾ കുട്ടികളിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ലഹരി ഉപയോഗത്തിൻ്റെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഡിപ്രസ്ഡ് ആകും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഏകാന്തരായിട്ട് തീരും. ഇതില്ലാതാകുമ്പോൾ അവർ വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുന്ന ഒരു മനോഭാവത്തിലേക്ക് വരും. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുമാത്രമല്ല, കുട്ടികളുടെ ഈ വിശപ്പ് വളരെയായിട്ട് അവർ ഭക്ഷണം കഴിക്കാതാവും. പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് പഠനത്തിലേക്കോ കുടുംബത്തിലേക്കോ ഒന്ന് മാറി അവർക്ക് ആകെ കിട്ടുന്ന ഈ ലഹരിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ദിവസം 5 മണിക്ക് ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അടുത്ത ദിവസം 5 മണിയാകുമ്പോൾ ആ ലഹരി കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയിൽ വളരെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ വരുവാനിടയാകും. എൻ്റെ കുട്ടി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന മാതാപിതാക്കളുടെ അമിത വിശ്വാസം അപകടമാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ വിശ്വസിക്കണം, പക്ഷെ അമിതമായിട്ട് വിശ്വസിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുട്ടികൾ വളർന്നു വരുന്നതാണ്. അവർ ഇപ്പം ഏതൊരാളോ, ഒരു ചേട്ടനോ ചേച്ചിയോ മുതിർന്ന ആളോ വന്നു കഴിഞ്ഞാൽ അവർ നോ പറയത്തില്ല. കാരണം അവർ വിശ്വസിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അവരെല്ലാവരും കുട്ടികൾ വിചാരിക്കുന്ന പറഞ്ഞാൽ അവരുടെ മക്കൾ നല്ല രീതിയിൽ പോകുന്ന, അവരുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കൊണ്ടെത്തിരുന്നു ചിലപ്പോൾ. എന്നാൽ മനുഷ്യരെല്ലാവരും ഒരേപോലെയല്ല. നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. അവരുടെ കാര്യങ്ങളെ പറഞ്ഞ് നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പ്രാക്ടിക്കലായിട്ടുള്ള സെൻസ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം അവരെ ഓരോ കാര്യങ്ങളും അവരെ ചെക്ക് ചെയ്യുക, അവരുടെ ബാഗ് ചെക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ ഒരിക്കലും വിശ്വസിക്കരുതെന്നല്ല, അവരെ അമിതമായിട്ട് വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയയും ചില സിനിമകളും ലഹരി സ്റ്റൈലായി കാണിക്കുന്ന പ്രവണത യുവാക്കളെ ബാധിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും പുതിയ വരുന്ന സിനിമകളായാലും ശരി, ഈ ലഹരി വരുന്ന ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, നമുക്ക് നല്ലതിനെ എടുക്കുക, ചീത്തേനെ പുറത്തുള്ളുക, ആ ഒരു മനോഭാവം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നല്ലത് ഏതാണെന്നും ഏതാണെന്നും നമ്മുടെ മക്കളെ കൃത്യമായിട്ട് പഠിപ്പിച്ച് കൊടുക്കേണ്ടത്. ഓൺലൈൻ ലോൺ തട്ടിപ്പിൽ ലഹരി പ്രശ്നങ്ങളിൽപ്പെട്ടവരാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് പോലീസിനെ എങ്ങനെ സമീപിക്കുന്നത്. ഓൺലൈൻ ലോൺ തട്ടിപ്പിൽ പെട്ടവർ 1930 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന ഏത് അക്കൗണ്ടിലേക്കാണ് പണം പോയത് വരുന്നതൊക്കെ ഫ്രീസ് ആകുവാനിടയാകും. അതാണ് ഇപ്പോൾ നമ്മുടെ ദേശീയ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു നമ്പറാണ് 1930. അതിൽ തന്നെ സമീപിക്കുക. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ വേറെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇൻ്റർവ്യൂ കാണുന്ന യുവാക്കളോട് മാതാപിതാക്കളോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാന മുന്നറിയിപ്പ് സന്ദേശം. ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മക്കളെ, നമ്മൾ വളർന്നു വരുന്ന തലമുറയെ നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുക. അതേപോലെ തന്നെ മുതിർന്നവരും ഈ ഓൺലൈൻ തട്ടിപ്പിൽ പോയി പെടുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് അവരോടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ അധ്വാനിച്ച് കിട്ട പൈസ അതാണ് യഥാർത്ഥത്തിലുള്ള പൈസയായിട്ട് നമ്മുടെ കയ്യിലുണ്ടാകും. പിന്നെ ലോൺ എടുക്കുന്നതിൽ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും ഔദ്യോഗികമായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ നമുക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഒഫീഷ്യലായിട്ടുള്ള ലോൺ സിസ്റ്റം ഉണ്ട്. ആ ലോൺ സിസ്റ്റം വഴി നിങ്ങൾ ലോൺ എടുക്കാൻ നോക്കുക. നമുക്ക് ഒരു ക്ലിക്കിലൂടെ ലോൺ കിട്ടുന്നു, അല്ലെങ്കിൽ ഇത്ര പൈസ അടച്ചാൽ ലോൺ കിട്ടും, ഇത്ര പൈസ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചുകൊണ്ട് ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ വാരിക്കുഴിയിലേക്ക് വീഴുന്നത് പോലെയായിരിക്കും. പിന്നെ തിരിച്ച് കയറുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ അനേക ആൾക്കാർ ആത്മഹത്യ ചെയ്ത ഒരു സംഭവമാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മുൻകരുതൽ എടുക്കാനേ ഇതിനകത്ത് പറ്റുള്ളൂ. ഇതിനകത്ത് പോയി പെട്ടതിന് ശേഷം അത് തിരിച്ചു കയറുക വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ കൃത്യമായിട്ട് നമ്മുടെ മക്കളെയും നമ്മൾ ഉപയോഗിക്കുമ്പോഴും കൃത്യമായിട്ട് അതിനെ വേർതിരിച്ച് നല്ല സമയക്ലിപ്തതയോടെ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് മനസ്സിലാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ലഹരിയിലേക്ക് നമ്മുടെ മക്കളും നമ്മളും പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായ മുൻകരുതലോടെ നല്ലൊരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പദ്ധതികൾ ഇപ്പോൾ ലഹരി മരുന്നിനെതിരെ പ്രവർത്തിക്കാനായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒപ്പം വ്യാജമായ ലോൺ ആപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തുകയും വേണം. ചെറുപുഴയിൽ നിന്നും ക്യാമറാമാൻ വൈശാഖിനും ഷിൻഡുവിനുമൊപ്പം റിപ്പോർട്ടർ അലീന, ന്യൂസ് ടൈം ചാനൽ, കേരള.